വിജയകസര ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ത്രിപുരയ്ക്കെതിരെ മികച്ച പ്രകടനം നടത്തി തകർപ്പൻ വിജയം നേടിയതിന്റെ ആവേശത്തിലാണ് കേരള ക്രിക്കറ്റ് ടീം. സഞ്ജു സാംസൺ ആദ്യ മത്സരത്തിൽ കളിക്കാതിരുന്നത് ആരാധകർക്ക് നിരാശ നൽകിയെങ്കിലും സഞ്ജുവിന്റെ അഭാവത്തിലും കേരളം മികച്ച പ്രകടനമായിരുന്നു നടത്തിയത്. ആദ്യ മത്സരത്തിൽ വിജയിച്ചു തുടങ്ങിയ കേരളം ഗ്രൂപ്പ് എയിൽ പോയിന്റ് ടേബിളിൽ 4 പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ്. ടൂർണമെന്റിൽ കേരളം രണ്ടാം മത്സരം കളിക്കാൻ നാളെ ഇറങ്ങുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന മത്സരത്തിൽ ശക്തരായ കർണാടകയാണ് കേരളത്തിന്റെ എതിരാളികൾ. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ കേരളം ത്രിപുരയ്ക്കെതിരെയും കർണാടക ജാർഖണ്ഡിനെതിരെയും തകർപ്പൻ വിജയം നേടിയാണ് വരുന്നത്. പോയിന്റ് ടേബിളിൽ കർണാടക 4 പോയിന്റുമായി 4-ാം സ്ഥാനത്താണ്. ജാർഖണ്ഡിനെതിരെ നടന്ന ആദ്യ മത്സരത്തിൽ 5 വിക്കറ്റിന്റെ വിജയമായിരുന്നു കർണാടക നേടിയത്. അതും ജാർഖണ്ഡ് ഉയർത്തിയ 412 റൺസ് എന്ന വമ്പൻ സ്കോറിനെ 5 വിക്കറ്റ് നഷ്ടത്തിൽ 15 പന്തുകൾ ബാക്കി വെച്ചാണ് കർണാടക മറികടന്നത്. കേരളത്തെ സംബന്ധിച്ച് കർണാടകയ്ക്കെതിരെയുള്ള മത്സരം കടുപ്പം തന്നെയാണ്. രോഹൻ കുന്നുമേൽ, വിഷ്ണു വിനോദ്, ബാബ അപരിജിത്ത്, അങ്കിഷ് ശർമ്മ എന്നിവർ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും മുഹമ്മദ് അസറുദ്ദീൻ, അഹമ്മദ് ഇമ്രാൻ എന്നീ താരങ്ങൾ ഫോമിലേക്ക് മടങ്ങിയെത്തേണ്ടതായിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ നിന്നും വിട്ടുനിന്ന സഞ്ജു സാംസൺ രണ്ടാം മത്സരം കളിക്കാൻ എത്തുമോ എന്നതാണ് അറിയേണ്ടത്. ഇതുവരെ കേരളത്തിന് കർണാടകയ്ക്കെതിരെ ഒരു വിജയം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല.